ബെയിലി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ കണ്ടു നിൽക്കുകയാണ്. സൈനികർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ സൈനികർക്കിടയിൽ പലപ്പോഴും കണ്ടൊരു മുഖമാണ് ഇദ്ദേഹത്തിൻ്റെത്. റെയിൻകോട്ടൊക്കെ ധരിച്ച് സൈനികർക്കൊപ്പം ഈ ഇരുമ്പ് പാളികൾ പിടിക്കാനും അവർക്കൊപ്പം ഒരു കയ്യാളെ പോലെ സഹായിയായിട്ടൊക്കെ നിൽക്കുന്ന ഒരാളെ കണ്ടതാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നതാണ്? ഈ വയനാട്ടുകാരനാണോ? കൊടുവള്ളിയാണ്. ഞങ്ങൾ അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടി എന്ന് പറഞ്ഞ ക്ലബിൻ്റെ കീഴിലാണ് വന്നത്. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. ബാക്കിയുള്ള പേര് റെസ്റ്റ് എടുക്കാൻ പോയതാണ്. ഞങ്ങൾ ചായ എടുക്കാനും ഇപ്പം ഇവരെ ക്യാമ്പ് പോയിട്ട് ചായ എടുത്ത് വന്നു. ഇവരാവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞങ്ങളതൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വെള്ളം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അവർ ഞങ്ങളെ ഈ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാലും അവർ ഞങ്ങളെ തടയുന്നില്ല. ഓൾറെഡി ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സാധാരണ തരത്തിൽ ദുരന്തമുഖത്തൊക്കെ പോകുന്നവരാണോ അതോ ആദ്യമായിട്ടാണോ? അതെ, ഞങ്ങൾ അഡ്വഞ്ചർ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതുപോലുള്ള റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ഇതിൽ പരിചയമുള്ള ആളുകളുമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എൻട്രി കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതുപോലെ ഈ ഒരു കാര്യത്തിൽ നോക്കി അവിടെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ മാനസികമായിട്ട് നമുക്കും ഇതിനോട് സപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു കാര്യം നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ സുഹൃത്തിൻ്റെ എൻ്റെ നാട്ടിലെ ഒരു ക്ലബ്ബ്, അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അതിൻ്റെ സെക്രട്ടറിയുടെ മകള്, അവൻ്റെ വൈഫ് ഹൗസ് ലക്കിടിയാണ്. ലക്കിടിയിൽ നിന്ന് അവൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ വീട് ഇവിടെ വരുന്നുണ്ട്. അവിടേക്ക് കൂടാൻ വന്ന കുട്ടിയാണ്. 3 വയസ്സുള്ള കുട്ടിയാണ്. ഇതുവരെ ബോഡി കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിൻ്റെ സങ്കടമുണ്ട്. 2 ദിവസം ഞാൻ ഇന്നലെയും ഇവിടെ ഉണ്ട്, ഇന്നും ഇവിടെ ഉണ്ട്. ഇന്നലെയും ഫുള്ളായിട്ട് ഹോസ്പിറ്റലിലായിരുന്നുള്ളത്. ഇന്നിപ്പോൾ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതുവരെ വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ റിപ്പോർട്ടർമാരെ കാര്യം പറയുകയാണെങ്കിലും ഇവരും എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും സമയമായിട്ട് ഇവരും ചളിയിലാണുള്ളത്, നമ്മളും ചളിയിലാണുള്ളത്, എല്ലാവരും ചളിയിലാണുള്ളത്. ഇതിനൊന്നും എന്താ ഇതിനൊക്കെ പറയാന്നുള്ളത് അറിയില്ല. കാരണം നമ്മളൊക്കെ ഇതുവരെ റിപ്പോർട്ടർമാരെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും പല രീതിയിലും വിമർശിച്ച ആളുകളാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, ഈ ചളിയിൽ നിന്ന് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് ചെയ്യാന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ആളുകൾ അറിയിക്കുക എന്നുള്ളത്, ഈ റിസ്ക്കുകൾ അല്ലെങ്കിൽ ഈ ആർമിയുടെ കാണിക്കുന്ന റിസ്ക്കുകൾ, കാരണം ആളുകൾ അത്രയും അവരും ടയർഡ് ആകുന്നുണ്ട്. കാരണം അത്രയും സമയം റെസ്റ്റ് ഇല്ലാതെയാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതും വലിയൊരു കടമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.